ചെയ്യുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏറെ പ്രാർത്ഥനയോടെ തുടർന്ന് കർത്താവിൻ്റെ തിരുവചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ വചനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. വായിച്ച സങ്കീർത്തന ഭാഗത്തിലെ 7-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മൈക്കിൽ കൂടെ വായിക്കാം. ലൈവ് പോകുന്നത് കൊണ്ട് മൈക്കിൽ കൂടെ വായിക്കാം. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായി ദൈവത്തെ സ്തുതിക്കും. വേദപുസ്തക പരിചയമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം, 2-ാം സങ്കീർത്തനം ഒരു മശികൈക സങ്കീർത്തനമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വളരെ സവിസ്തരമായ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 2-ാം സങ്കീർത്തനം. അതിലെ എല്ലാ ഭാഗങ്ങളും വളരെ അർത്ഥവത്തായ ഭാഗങ്ങളാണ്. എല്ലാ ഭാഗങ്ങളും വിവരിക്കുവാൻ സമയം എടുക്കുന്നില്ല. വായിച്ച തിരുവചന ഭാഗം മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യഹോവയായ ദൈവം അരുളി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. ഞാൻ ഒരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു. നിർണയവും വാഗ്ദത്തവും തമ്മിൽ, അല്ലെങ്കിൽ പ്രവചന ദൂതുകളും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ടെന്ന് പറയാൻ കാരണം, ദൈവം ഒരു കാര്യം നിർണയിച്ചാൽ അതിനൊരിക്കലും എന്തു വരത്തില്ല? മാറ്റം വരികയില്ല. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ അരുളി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അല്ലാതെ അരുളി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ എന്ത് വന്നേക്കാം? സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടായേക്കാം. ഉദാഹരണം, പ്രവാചകനായ യെശയ്യാവിനെ ദൈവം ഹിസ്കിയാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ എന്തു ചെയ്യും? മരിച്ചു പോകും. പ്രവാചകൻ ആ ദൂത് പറഞ്ഞിട്ട് നടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഹിസ്കിയാവ് ചുവരിൻ്റെ നേരെ മുഖം തിരിച്ച് ദൈവത്തോട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ക്ഷണത്തിൽ സ്വർഗത്തിലെത്തി. നടുമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പ് പ്രവാചകനായ യെശയ്യാവിന് വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. നീ ചെന്ന് അത് തിരുത്തി പറയാൻ പറഞ്ഞു. അല്ലേ? സ്തോത്രം. നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം എന്ത് ചെയ്തിരിക്കുന്നു? കൂട്ടിയിരിക്കുന്നു. വാഗ്ദത്ത നാടായ കനാൻ നാട് അവകാശമാക്കുവാനായി പോകുന്നതിന് മുമ്പ് മോശ 12 പേരെ കനാൻ നാട്ടിലേക്ക് ആ ദേശം ഒറ്റുനോക്കുവാനായിട്ട് എന്ത് ചെയ്തു? അയച്ചു. അവർ പോയി മടങ്ങി വന്നപ്പോൾ പറഞ്ഞ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജനം വളരെ രോഷാകുലരായി തീർന്നു. 2 പേർ അനുകൂല ദൈവഭാഗത്ത് നിന്നുകൊണ്ട്, മോശയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അനുകൂലമായി പറയുമ്പോൾ, നമുക്കത് അവകാശമാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ, 10 പേര് പറഞ്ഞ റിപ്പോർട്ട് അത് അവകാശമാക്കാൻ കഴിയത്തില്ല, അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, നമുക്ക് ആ ദേശം പിടിച്ചെടുക്കുക പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ 10 പേരുടെ വാക്കുകൾ കേട്ട് ജനം മുഴുവനും എന്തായി തീർന്നു? രോഷാകുലരായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ നേരെ എന്തു ചെയ്യുകയാണ്? ജ്വലിക്കുകയാണ്. ദൈവം മോശയോട് പറയുകയാണ്, ഈ ജനത്തെ ഞാൻ എന്തു ചെയ്യാൻ പോവുകയാണ്? നശിപ്പിക്കാൻ പോവുകയാണ്. വാഗ്ദത്തം അവകാശമാക്കുവാനായി കൊണ്ടുവന്ന ജനമാണ്. പക്ഷേ ദൈവത്തെ അവർ അവിശ്വസിച്ചത് കൊണ്ട് ദൈവം പറഞ്ഞു, ഈ ജനത്തെ ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്? നശിപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ ആ സമയത്ത് ശ്രദ്ധിക്കാം, ആ സമയത്ത് ദൈവത്തിൻ്റെ ദാസനായ മോശ കയറി ഇടിവിൽ എന്ത് ചെയ്തു? നിന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവത്തിൻ്റെ കാല് പിടിച്ചു. ആര്? മോശ. സ്തോത്രം. മോശ ദൈവത്തിൻ്റെതോട് അപേക്ഷിച്ചപ്പോൾ
ദൈവം അവർക്ക് വരുത്തുവാൻ നിശ്ചയിച്ചതായ ആ അനുഭവം തൽക്കാലം എന്ത് ചെയ്തു? ദൈവം മാറ്റി. സ്തോത്രം. മോശ പറഞ്ഞ വാക്കുകൾ ജാതികൾ അത് കേൾക്കും, നീ കൊണ്ടുവന്ന ജനത്തെ മരുഭൂമിയിൽ കൊന്നു എന്ന് മറ്റുള്ളവർ പറയാനിടയായിത്തീരും, അതുകൊണ്ട് ഇപ്പോഴത് ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോൾ ദൈവം മനസ്സ് മാറാനിടയായിത്തീരും. സ്തോത്രം. നിനവയെ നശിപ്പിക്കുമെന്ന് ദൈവം പ്രവാചകനായ യോനെ അയച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ത് ചെയ്തു? അറിയിച്ചു. പക്ഷെ അവർ അനുതപിച്ച് മടങ്ങി വന്നപ്പോൾ വരുത്തും എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞ ആ അനുഭവം ദൈവം എന്ത് ചെയ്തില്ല? വരുത്തിയില്ല. സ്തോത്രം. അപ്പോൾ ഇതൊക്കെ ദൈവം സാഹചര്യങ്ങൾക്കനുസരിച്ച്, ജനത്തിൻ്റെ നിലപാടുകൾക്കനുസരിച്ച് എന്ത് ചെയ്തിട്ടുള്ളതാണ്? മാറ്റം വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അനേക സംഭവങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി 2-3 എണ്ണം ഒന്ന് പെറുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ നാം വായിക്കപ്പെട്ട തിരുവചന ഭാഗം എന്ന് പറയുന്നത് ദൈവം നിർണയിച്ച കാര്യങ്ങളാണ്. ആ നിർണയിച്ച കാര്യം ദൈവം എന്ത് ചെയ്യുകയാണ്? പ്രസ്താവിക്കുകയാണ്. ദൈവത്തിൻ്റെ നിർണയത്തെ മാറ്റാൻ ലോകത്തിൽ ആർക്കും എന്ത് ചെയ്യത്തില്ല? കഴിയുകയില്ല. സ്തോത്രം. ഈ റോമാലേഖനത്തിൽ ഒരു തിരുവചന ഭാഗമുണ്ട്. റോമാലേഖനം 9-ാമത്തെ അധ്യായം. 9-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? റോമാലേഖനം 9-ാമത്തെ അധ്യായം, അതിൻ്റെ 10-11 വാക്യങ്ങൾ. 10-11 വാക്യങ്ങൾ. മൈക്ക് ഓൺ ചെയ്യുമോനെ? മൈക്ക് ഓൺ ചെയ്ത് വായിക്കും. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ, ശ്രദ്ധിക്കണേ വാക്കുകൾ, കുട്ടികൾ ജനിക്കുകയോ, ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം, പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. നോക്ക്, ആ വാക്കുകൾ ശ്രദ്ധിക്കുക. കുട്ടികൾ ജനിക്കുകയോ, ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവ നിർണയം. ആ നിർണയം എന്തായിരുന്നു? മൂത്തവൻ ഇളയവനെ എന്ത് ചെയ്യും? സേവിക്കുമെന്നുള്ളതായിരുന്നു ആ നിർണയം. ആ നിർണയം ദൈവമെടുത്തത് അവർ ജനിക്കുന്നതിന് മുമ്പ്. ആര് ജനിക്കുന്നതിന് മുമ്പ്? ഏശാവും യാക്കോബും ജനിക്കുന്നതിന് മുമ്പ്. ആ കാര്യത്തെക്കുറിച്ച് പിള്ളകൾ ഉള്ളിൽ തുള്ളുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ വിധമായ അനുഭവം മാതാവിൻ്റെ ഉള്ളത്തിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ദൈവത്തോട് ചോദിക്കാൻ പോയപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മൂത്തവൻ ഇളയവനെ എന്ത് ചെയ്യും? സേവിക്കും. അത് ദൈവത്തിൻ്റെ നിർണയമായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളാരും ആ കാര്യങ്ങൾക്ക് പോകാറില്ല. എന്നാൽ ജാതികളായ ആളുകൾ ജാതകം എഴുതാൻ പോകാറുണ്ട്, അല്ലേ? ജാതകം എഴുതാൻ, അല്ലേ? മറ്റ് മതസ്ഥരായ ആളുകളൊക്കെ ആ വിധത്തിൽ പോകാറുണ്ട്. പക്ഷേ ഒരു ജാതകം എഴുതുമ്പോൾ ജനിച്ച നാളും നാഴികയും ഒക്കെ എന്ത് ചെയ്യണം? അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ ബേസിസിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ജാതകം എഴുതുന്നത്. എന്നാൽ ഇന്ന് പകൽ വേളയിൽ നമ്മുടെ ദൈവം ഇവിടെ, ഹല്ലേലൂയ, കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തമ്പുരാൻ നിർണയിച്ച കാര്യങ്ങൾ നിറവേറ്റാൻ അവൻ ശക്തിയുള്ളവനായ ദൈവമാണ്. അതുകൊണ്ട് ആണ് യെശയ്യാ പ്രവചനം 14-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, ഞാൻ മുമ്പൊരിക്കൽ ഒരു 3 വർഷത്തിന് മുമ്പ് ആ വാക്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പ്രസംഗിച്ച വാക്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആര്? ഓക്കെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല? കഴിയുകയില്ല. ഇന്ന് പകൽ വേളയിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മെക്കുറിച്ചൊരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ
അതിനെ ദുർബലമാക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ ലോകം മുഴുവനും അതിന് വിരോധമായി നിന്നാലും ദൈവം നിർണയിച്ച കാര്യങ്ങളെ എൻ്റെ ദൈവം നടത്തിയെടുക്കാൻ ശക്തിയുള്ളവനായ ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിർണയിച്ചിരിക്കുന്നു. അതിനെ ദുർബലമാക്കുന്നവൻ ആര്? ലോകത്തിലെ ഉന്നത രാജാക്കന്മാരോ ഉന്നത ഭരണകർത്താക്കളോ ലോകത്തിൽ ധനമുള്ളവരോ ലോകത്തിൽ അധികാരമുള്ളവരോ ആര് ശ്രമിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ നിർണയത്തെ ദുർബലമാക്കാൻ ഈ ലോകത്തിൽ ഒരു വൻകിട ശക്തിക്കും കഴിയത്തില്ല. അതിന്റെ 24-ാമത്തെ വാക്യം കൂടെ സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ എന്ത് ചെയ്യും? സംഭവിക്കും. ഇന്ന് പകൽ വേളയിൽ ദൈവം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അത് കഴിഞ്ഞിട്ട് പറയാ, ഞാൻ നിർണയിച്ചതുപോലെ എന്ത് ചെയ്യും? നിവർത്തിയാകും. അടുത്ത ഭാഗം ദേശത്ത് വെച്ച് ഞാൻ അശ്ശൂരിനെ സ്തോത്രം. ദൈവം നിർണയിച്ചതുപോലെ നിവർത്തിയാകും. ഇന്ന് പകൽ വേളയിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് ദൈവം ഒരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും ആ നിർണയത്തിന് വിരുദ്ധമായ നിലയിൽ നിന്നാലും ഇന്ന് പകൽ വേളയിൽ ദൈവത്തിൻ്റെ മക്കളെ വിശ്വസിക്ക്. എൻ്റെ ദൈവം എന്താണോ എന്നെക്കുറിച്ച് നിർണയിച്ചത് അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. അതിനെ ദുർബലമാക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് പകൽ വേളയിൽ വിശ്വാസ ഉറപ്പുള്ള ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് ചേർന്നൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ വേളയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇവിടെ വായിച്ച തിരുവചന ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. ഇവിടെ പറയുകയാണ് 7-ാമത്തെ വാക്യത്തിൽ, 2-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. നോക്ക, ദൈവം നിർണയിച്ച, ദൈവം മനസ്സിൽ കണ്ടതായ, ദൈവം മനസ്സിൽ ഗ്രഹിച്ചതായ ഒരു കാര്യത്തെ കുറിച്ച് ദൈവം എന്ത് ചെയ്യുകയാണ്? പ്രസ്താവിക്കുകയാണ്. അവൻ നിർണയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവൻ മാത്രമല്ല, അത് പ്രസ്താവിക്കേണ്ടുന്ന സമയത്ത് അവൻ പ്രസ്താവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നോക്ക, ഞാൻ ഒരു നിർണയം എന്ത് ചെയ്തിരിക്കുന്നു? പ്രസ്താവിച്ചിരിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ. എന്താ ദൈവം പ്രസ്താവിച്ച നിർണയം? ഞാൻ ദൂതുകളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദൈവമക്കളും ഏറെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കാം. എന്താ ദൈവം നിർണയിച്ചത്? നീ എൻ്റെ പുത്രൻ. ഇന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ജനിപ്പിച്ചിരിക്കുന്നു. നോക്ക, ദൈവം നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ജനിപ്പിച്ചു. അപ്പോൾ ദൈവം നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. നീ എൻ്റെ പുത്രൻ. ആരെക്കുറിച്ചത് പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച്. ഇനി എല്ലാവരും പ്രാർത്ഥനയോടെ, ഞാൻ അതിൻ്റെ വിശദമായ അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന പോലെ നമുക്ക് പോകാൻ നമ്മോടെല്ലാവരോടും പരിശുദ്ധാത്മാവ് തിരുവചന ഭാഗത്തുകൂടെ ഇടപെടേണ്ടുന്നത് ആവശ്യമാകിയാൽ എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കാം. ദൈവം നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവം നിർണയിച്ച കാര്യം. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു ആരുടെ പുത്രനാണ്? ദൈവത്തിൻ്റെ പുത്രനാണ്. അതൊന്ന് തിരിച്ചു പറഞ്ഞാൽ, യേശുവിൻ്റെ പിതാവാണ് ആര്? ദൈവം. യേശുവിൻ്റെ പിതാവാണ് ആര്? ദൈവം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്ന സന്ദർഭത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്തത് പിതാവേ എന്നുള്ള പദം ഉപയോഗിച്ച. അപ്പം നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ അതിൽ വരേണ്ടതായിട്ടുണ്ട്. ഒരു തിരുവചന ഭാഗം വായിക്കാമോ? മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 35-36 വാക്യങ്ങൾ.
പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു. കഴിയുമെങ്കിൽ ഗതസമന തോട്ടത്തിലെ കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം, ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ. എന്നിട്ട് കർത്താവ് വിളിക്കുകയാണ്, അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് എന്ത് ചെയ്തു? പറഞ്ഞു. നോക്കെ, യേശു ഇവിടെ പിതാവായ ദൈവത്തെ വിളിക്കുന്ന ആ പദപ്രയോഗം എന്താണ്? അബ്ബാ പിതാവേ എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരു കാര്യം ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ എത്ര ഉന്നതരായ വ്യക്തികളായാലും ഒരിക്കലും ദൈവത്തെ പിതാവേ എന്നെന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം എല്ലാ ദൈവമക്കളും. ഞാൻ ഇച്ചിരി തിയോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. ഒരിക്കലും പിതാവേ എന്ന് പഴയ നിയമത്തിലെ എത്ര ഉന്നതരാണെങ്കിലും എന്ത് ചെയ്തിട്ടില്ല, ശ്രദ്ധിച്ച്, വിളിച്ചിട്ടില്ല. അവരെല്ലാം ദൈവത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറഞ്ഞാണ്, അല്ലേ? അല്ലെങ്കിൽ ദൈവമേ എന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും, ഈവൻ പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു ആര്? ഏലിയാവ്, അല്ലേ? ആ ഏലിയാവ് പോലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. ആ യാഗപീഠമൊക്കെ പണിതതിന് ശേഷം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറഞ്ഞ ആര് പ്രാർത്ഥിക്കുന്നത്? ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ എത്ര ഉന്നതരായ വ്യക്തികളായാലും എത്ര ശക്തന്മാരാണെങ്കിലും, ഹല്ലേലൂയ, അവരെല്ലാവരും ദൈവത്തെ പിതാവേ എന്ന് ആരും അഭിസംബോധന ചെയ്തിട്ടില്ല. അവരൊക്കെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ കെയർ ഓഫിൽ ആരെ അഭിസംബോധന ചെയ്തത്? ദൈവത്തെ അഭിസംബോധന ചെയ്തവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കർത്താവായ യേശു പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിച്ചാണ് എന്ത് ചെയ്യുന്നത്? അഭിസംബോധന ചെയ്യുന്നത്. കർത്താവ് വിളിച്ച അതേ അനുഭവത്തിലാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സ്തോത്രം. ഇനിയും ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 4, 5, 6 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാമോ? മറ്റൊരാൾ റോമാലേഖനം 8-15 വാക്യം കൂടെ ഒന്ന് എടുത്തു വെക്കണം. ഗലാത്യ ലേഖനം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ വാക്യം വായിച്ചതാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എന്തിനു വേണ്ടിയാ? നാം പുത്രത്വം പ്രാപിക്കേണ്ടുന്നതിന് തന്നെ. ആര് പുത്രത്വം പ്രാപിക്കേണ്ടുന്നത്? പ്രൈസ് ദി ലോർഡ്. ആര് പുത്രത്വം പ്രാപിക്കേണ്ടത്? ഞാനും നിങ്ങളും പുത്രത്വം പ്രാപിക്കേണ്ടുന്നതിന് തന്നെ. അടുത്ത ഭാഗം നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തു? അയച്ചു. ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പഴയ നിയമത്തിലെ ഉന്നതന്മാർക്കാർക്കും പിതാവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അവകാശമില്ലാതെ ഇരുന്നപ്പോൾ, ഇന്ന് പകൽ വേളയിൽ ദൈവത്തിന്റെ മക്കളാകുന്ന ഞാനും നിങ്ങളും ഒരു കാര്യം ഓർത്തുകൊള്ളണം. നമുക്ക് ആ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ച ആ വലിയ ഭാഗ്യ പദവി ഓർത്ത് ഇന്ന് പകൽ വേളയിൽ നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ, യേശു പിതാവായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചെങ്കിൽ അതേ പദവിയിൽ നിന്നുകൊണ്ട്, അതേ അനുഭവത്തിൽ നിന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് നമ്മുടെ
ദൈവത്തെ വിളിക്കാൻ ഒരു സാവകാശം ലഭിച്ചെങ്കിൽ അത് എത്ര വലിയൊരു പദവിയാ പ്രിയമുള്ളവരെ, എത്ര വലിയൊരു പദവിയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 8:15 വാക്യം കൂടെ, 8:15 വാക്യം കൂടെ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം എന്ത് ചെയ്തത്? അതാരിൽ കൂടെ പ്രാപിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ. ഇന്ന് പകൽവേളയിൽ ഹല്ലേലൂയ, കർത്താവ് പുത്രനായ കർത്താവ് പിതാവായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് എങ്ങനെ അഭിസംബോധന ചെയ്തോ അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ സാവകാശം ദൈവം തമ്പുരാൻ ഇന്ന് പകൽവേളയിൽ നമുക്ക് തന്നതിനെ ഓർത്ത് ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം ദൈവത്തിന് മക്കൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടൽ വിഭാഗിച്ചു കൊടുത്തു, അവർക്ക് മന്ന കൊടുത്തു, അവർക്ക് മാറയെ മധുരമാക്കി കൊടുത്തു, തീക്കൽ പാറയിൽ നിന്ന് അവർക്ക് വെള്ളം ഒഴുക്കി കൊടുത്തു. അവരുടെ മുമ്പിലുള്ളതായ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന അഗ്നിസർപ്പങ്ങളെ ശാസിച്ചവന് ദൂരത്തകറ്റി, തേളുകളെ ശാസിച്ച് ദൂരത്തകറ്റി. പകൽ മേഘസ്തംഭം അവർക്ക് കൊടുത്തു, രാത്രി അഗ്നിസ്തംഭം അവർക്ക് കൊടുത്തു. ഇങ്ങനെ എല്ലാം അവർക്ക് നൽകി. 40 വർഷം അവര് മരുഭൂമിയെ നടത്തിയ ദൈവം ഹല്ലേലൂയ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ആ ദൈവത്തിന്റെ ഹല്ലേലൂയ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ അവരൊരു കാര്യം മോശയോട് പറഞ്ഞു. മോശയെ, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അവന്റെ തേജസ് കണ്ടിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാതെ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതിയെന്ന് ഹല്ലേലൂയ അവരെ ഇസ്രായേൽ മക്കൾ മോശയോട് പറഞ്ഞെങ്കിൽ ഈവൻ മോശ പോലും ഇറങ്ങി വരുന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ മുഖത്ത് തേജസ് കണ്ടപ്പോൾ, ആ തേജസ് കണ്ടിട്ട് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, നീ ഞങ്ങളോട് സംസാരിക്കുമ്പോഴും നിന്റെ മുഖത്തൊരു മൂടുപടമെന്ന് പറയാൻ കാരണം എന്താണ്? ആ ദൈവം ഹല്ലേലൂയ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ, അങ്ങനെയുള്ള ദൈവത്തെ അവർ ഭയപ്പെട്ട, പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ട അതേ ദൈവത്തെ ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് എന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ ഇന്ന് പകൽവേളയിൽ ഞാൻ നിങ്ങളെ ഇവിടെ ഇരുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ അവന്റെ മഹത്വം കണ്ടുകൊണ്ട്, അവന്റെ തേജസ് കണ്ടുകൊണ്ട്, ഹല്ലേലൂയ മൂടുപടമിട്ടുകൊണ്ടല്ല, അവന്റെ മഹത്വം കണ്ടുകൊണ്ട് അവനെ ആരാധിപ്പാൻ, അവനെ സ്തുതിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച അവസരം ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, പഴയ നിയമ കാലഘട്ടത്തിൽ ഹല്ലേലൂയ സാധാരണ ജനങ്ങൾക്ക് ചെന്നെത്താൻ പറ്റുന്ന, ഹല്ലേലൂയ ആലയത്തിൽ ചെന്നാൽ പോലും നിൽക്കാൻ പറ്റുന്ന ഒരു ഹല്ലേലൂയ സ്ഥലമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബൗണ്ടറി കെട്ടി, ഒരു പ്രാകാരം എന്ന് പറഞ്ഞ ഒരു സ്ഥലം വേർതിരിച്ചിട്ടിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് സാധാരണ ജനത്തിന് കടക്കാൻ കഴിയത്തില്ല. അതിന്റെ അപ്പുറത്തേക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാൻ കഴിയുന്നത് പുരോഹിതന്മാർക്ക് മാത്രമാണ്. അതിന്റെ അപ്പുറത്ത് ഒരു കർട്ടനൊക്കെ ഇട്ട് ഹല്ലേലൂയ അതിന്റെ അപ്പുറത്ത് കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് കെരൂബുകളുടെ നടുവിലാണ് എന്റെ ദൈവം ഇറങ്ങി പഴയ നിയമത്തെ ഹല്ലേലൂയ സമാഗമന കൂടാരത്തിലും ആലയത്തിലും ഒക്കെ ഇറങ്ങി വസിച്ചത്. അവിടെ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രം ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, പിന്നീട് ഹല്ലേലൂയ ആ രക്തമൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേടിച്ച് വിറച്ച് ഭയപ്പെട്ടുണ്ട്. അവിടെ ചെന്ന എന്താ സംഭവിക്കുന്നെന്ന് അറിയത്തില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തട്ടിപ്പോകും. അതുകൊണ്ട് പേടിച്ച് വിറച്ച് ചങ്ങലയൊക്കെ ഇട്ടോണ്ടാ പോകുന്നത്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ പിടിച്ചിറക്കാൻ, അകത്തോട്ട് കയറാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ചങ്ങലയൊക്കെ ധരിച്ചുകൊണ്ടാണ് അവരകത്തേക്ക് പോകുന്നത്. അത് ആണ്ടിൽ ഒരിക്കൽ മാത്രമാണ് അവിടെ ചെല്ലാനുള്ള സാവകാശം
അവകാശമുള്ളത്? സാധാരണ ജനത്തിന് അങ്ങ് പ്രാകാരത്ത് മുറ്റത്ത് നിൽക്കാനുള്ള അവകാശമേ ഉള്ളൂ. എന്നാൽ ഇന്ന് പകൽ വേളയിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എപ്പോഴെങ്കിലും അല്ല, ആണ്ടിലൊരിക്കലല്ല, ഏത് സമയത്തും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ഏത് സമയത്തും അബ്ബാ പിതാവേ എന്ന് വിളിച്ച് കയറി ചെല്ലാനുള്ള പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ ഉന്നത കമ്പനികളുടെയോ ഉന്നത ഹല്ലേലൂയ പദവിയിലിരിക്കുന്ന ആളുകളെയോ അവരുടെ ഒക്കെ അടുത്ത് നമുക്ക് ചെന്നൊന്ന് സംസാരിക്കണമെങ്കിൽ, അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ എത്ര പ്രയാസമാണ്. അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ എത്ര പ്രയാസകരമായ അനുഭവമാണ്. ഹല്ലേലൂയ. പണ്ടൊരിക്കലും ഞാൻ ഈ സാൽവേഷൻ ആർമിയുടെ ഹെഡ് ഓഫീസ്, നമ്മുടെ കേരളത്തിലെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. അവരുടെ ഒരു മേജറിനെ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിന് വിളിക്കാൻ വേണ്ടി പോകാൻ നേരത്തെ ഒരു മാസം മുമ്പ് അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹം വലിയൊരു രാജകീയ പദവിയിൽ ഇരിക്കുന്നത് അദ്ദേഹം കവടിയാറുള്ളതായ അവരുടെ ആസ്ഥാനത്ത് അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഇത്ര വലിയ പദവിയോ എന്ന് മനസ്സിലാകുന്നത്. ഒരു മാസം മുമ്പ് അപ്പോയിൻമെൻ്റ് എടുത്ത കൃത്യസമയത്ത് അവിടെ ചെന്ന് വാതിക്കലിരുന്നാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ സാൽവേഷൻ ആർമിയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ളതായ ആളെ ഒന്ന് കാണാനിടയായി തീർന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ വേളയിൽ ഇവിടെയുള്ള ഏത് കമ്പനികളുടെയും സിഒമാരെ ഒക്കെ ഒന്ന് കാണണമെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണം, കാത്തുകെട്ടി കിടക്കണം. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവരുടെ മക്കൾ വന്നാൽ ഒരു സെക്യൂരിറ്റിയും തടയത്തില്ല. ഹല്ലേലൂയ. അവിടെ നിൽക്കുന്ന ആരും തടയത്തില്ല. ധൈര്യത്തോടെ ഏത് സമയത്തും അവരുടെ അടുക്കിലേക്ക് അവരുടെ സ്വന്തം മക്കൾ ചെന്നാൽ കയറി ചെല്ലാൻ അനുവാദമുണ്ട് എങ്കിൽ ഇന്ന് പകൽ വേളയിൽ ഞാൻ നിങ്ങളും ദാസരല്ല, കൃപയാൽ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള വലിയ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്നെങ്കിൽ ഹല്ലേലൂയ ആരും തടയത്തില്ല, ആരും വിലക്കത്തില്ല. ഏത് സമയത്ത് എവിടെയും ഹല്ലേലൂയ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് കയറി ചെല്ലാനുള്ള ആ വലിയ ഒരു സാവകാശം ഹല്ലേലൂയ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചതിനെ ഓർത്ത് ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ വേളയിൽ അവിടെയാണ് ഞാൻ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. പഴയ നിയമ ഭക്തന്മാർ എത്ര ഭക്തിയോടെ ജീവിച്ചവർക്കും അതിന് കഴിയാതിരുന്നെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ള സൃഷ്ടി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ? സറാഫുകളാണ്, അല്ലേ? ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ള സൃഷ്ടികൾ, അല്ലെങ്കിൽ ഏറ്റവും ഹോളിയായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള സൃഷ്ടി ആരാണെന്ന് ചോദിച്ചാൽ സറാഫുകളാണ്. അതുകൊണ്ടാണ് ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്താരെ നിർത്തിയിരിക്കുന്നത്? സറാഫുകളെ നിർത്തിയിരിക്കുന്നത്, അല്ലേ? ആ സറാഫുകൾ എത്ര എണ്ണം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ആ സറാഫുകൾ ദൈവത്തിൻ്റെ സിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെന്ന് പറയാൻ പറ്റത്തില്ല, ഏറ്റവും അടുത്ത് സഹവസിക്കുന്നവരാണ്. അങ്ങനെയുള്ള സറാഫുകൾ ഏത് സമയത്തും അവർക്ക് 6 ചിറകുണ്ട്. 2 ചിറകുകൊണ്ട് പാദം മൂടിക്കൊണ്ട്, 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട്, 2 ചിറകുകൾ കൊണ്ട് നമുക്ക് ആ ഭാഗം എല്ലാവർക്കും അറിയാം, അല്ലേ? പണ്ടൊക്കെ അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, സഭായത്തിനൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വാക്യമൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലേ? ആ വാക്യമൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ നമ്മുടെ സഭായോഗങ്ങളിലൊക്കെ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കേൾക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളതായ അനുഭവത്തിൽ 2 ചിറകുകൊണ്ട് മുഖം മൂടിക്കൊണ്ട് അവർ എന്ത് ചെയ്യുകയാണ്? സ്തോത്രം. അവർക്ക് ദൈവത്തിൻ്റെ പിതാവായ അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്ത് അവരെ നോക്കുക പോലുമില്ല. അതുകൊണ്ടാണ് അവർ മുഖം മറച്ചുകൊണ്ട് ദൈവം ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു സറാഫ് ഇവിടെ നിന്ന്, ഒരു സറാഫ് അവിടെ നിന്നുകൊണ്ട് ഒരുവനോട് ഒരുവൻ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ
പരിശുദ്ധൻ 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 എന്ന് പറയുക. എന്താ ആ തേജോമയനായ, അങ്ങ് പുറകിലെ സഹോദര ഒന്ന് ശ്രദ്ധിച്ചേ, ആ തേജോമയനായ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന, വിശുദ്ധിയിൽ ഏറ്റവും ഉന്നത സ്ഥായിയായി നിൽക്കുന്ന സറാഫുകൾക്ക് പോലും ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ ഭയമായിരുന്നു. അതുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ അവരുടെ മുഖമൊക്കെ മറിച്ചുകൊണ്ട് ഒരുത്തനാ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ. എന്നാൽ ഇന്ന് പകൽ വേളയിൽ അങ്ങനെ വിശുദ്ധിയിൽ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന സറാഫുകൾക്ക് പോലും ദൈവത്തിന്റെ മുഖത്ത് നോക്കാൻ ഭയമായിരുന്നെങ്കിൽ, കൃപയാൽ അവന്റെ മുഖ തേജസ് കണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയം. കൃപയാൽ അവന്റെ മുഖ തേജസ് കണ്ട്, അവന്റെ മഹത്വം കണ്ട്, അവന്റെ മുഖ തേജസ് കണ്ട് ഇവിടെ ഇരുന്ന പാപങ്ങളായ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ എന്റെ ദൈവം കൃപ ചെയ്യുന്നെങ്കിൽ, അത് നമുക്ക് ലഭിച്ചത് പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യ പദവിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് ഇത്ര ഭയങ്കരനായ, ഇത്ര വലിയവനായ, ഇത്ര ഉന്നതനായ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്ര ഉന്നതനായ ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള വലിയ പദവി നമുക്ക് ഹല്ലേലൂയ ദൈവം തമ്പുരാൻ തന്നതിനെ ഓർത്ത് നമ്മൾ എത്രമാത്രം പ്രിയമുള്ളവരെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആ പദവി എത്ര വലിയ പദവിയാണ്, എത്ര പുത്രത്വം എന്ന് പറയുന്ന എത്ര വലിയ പദവിയാണ് നമുക്ക് ലഭിച്ച പുത്രത്വത്തിന്റെ പദവി. എന്ന് പകൽ വേലയില്ലാതെ കാണരുത്. നമ്മൾ സാധാരണക്കാരാ, ചില കൊച്ചു വീട്ടിലൊക്കെ താമസിക്കുന്ന, വാടക വീട്ടിലായിരിക്കാം താമസിക്കുന്നത്. എന്നാൽ ഞാൻ ദൈവമക്കളോട് പറയാം, ഹല്ലേലൂയ, നമുക്ക് ലഭിക്കപ്പെട്ട പദവി എത്ര വലിയ പദവിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ട്. ഇവൻ കർത്താവിനുണ്ടായിരുന്നു പ്രതിസന്ധി, അല്ലേ? കർത്താവിന് പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളിൽ ഒക്കെ പതറാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തനിക്കൊരു പിതാവുണ്ട് എന്നുള്ള അറിവാണ്. ശ്രദ്ധിച്ചേ, സ്തോത്രം. യേശുക്രിസ്തു ഈ 4 സുവിശേഷങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 4 സുവിശേഷങ്ങളിൽ യേശു എപ്പോഴും ദൈവത്തെ അഭിസംബോധന ചെയ്ത പദം പിതാവേ എന്നുള്ള പദമാണ്. ഏകദേശം 165 പ്രാവശ്യം സുവിശേഷങ്ങളിൽ യേശു പിതാവേ എന്ന് ദൈവത്തെ എന്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ദൈവമേ എന്ന് എന്ത് ചെയ്തത്, വിളിച്ചിട്ടുള്ളത്. അത് കാൽവരി ക്രൂശിൽ കിടക്കുന്ന സന്ദർഭത്തിൽ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ പ്രാവശ്യവും കർത്താവ് പിതാവായ ദൈവത്തെ വിളിച്ചത് എൻ്റെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തു. അതുകൊണ്ട് യഹൂദന്മാരായ ആളുകൾ പലപ്പോഴും യേശുവിനെ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്, അല്ലേ? യേശുവിനെ കൊല്ലാൻ തന്നെ. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്ന്, ഞാൻ ആത്മീയ ദൂതുകളിലേക്ക് ഇനിയും വരാം. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ബെഥേസ്ത കുളക്കരയിൽ കിടന്ന 38 വർഷമായിട്ട് കിടന്ന ആ മനുഷ്യനെ യേശു കിടക്കയെടുത്ത് നടത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളവരാണ്. അതിന്റെ 15-ാമത്തെ വാക്യം, ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. യേശു ശബ്ബത്തിൽ, അപ്പൊ ഈ ബെഥേസ്ത കുളക്കരയിൽ കിടന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കിയത് ഏത് ദിവസമാണ്?
ശബത്ത് ദിവസമാണ്. വായിച്ചോ. യേശു ശബത്തിൽ അത് യേശു ചെയ്തുകൊണ്ട് ശബത്തിൽ അത് ചെയ്യുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട് എന്റെ പിതാവ് യേശു അവരോട് എന്റെ പിതാവ് ഇന്നു വരെയും എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അവിടെ യേശു ദൈവമേ എന്ന്, എന്റെ ദൈവം ഇതുവരെ പ്രവർത്തിക്കുന്നു എന്നല്ല പറയുന്നത്, എന്റെ പിതാവ്, അല്ലേ? എല്ലാവരും ആ വാക്ക് ശ്രദ്ധിക്കണം. എന്റെ പിതാവ് ഇന്ന് വരെ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ഞാനും എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട്. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണേ. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് അവർ ഇതുവരെ ഉള്ള അവരുടെ കുറ്റാരോപണം എന്തായിരുന്നു? യേശു ശബത്തിൽ ഈ മനുഷ്യനെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി എന്നുള്ളതാണ്, അല്ലേ? ശബത്തിൽ സൗഖ്യമാക്കി. 38 വർഷം കുളക്കര കിടന്നിട്ട് സൗഖ്യമാകാതെ ഈ മനുഷ്യനെ ശബത്തിൽ വന്ന് സൗഖ്യമാക്കി എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണം. എന്നാൽ ഇപ്പോൾ അവർക്ക് പുതിയൊരു ആരോപണം കിട്ടി. എന്താ? യേശു അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞത് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായിട്ട് എന്ത് ചെയ്തു? ശ്രമിച്ചു പോന്നു എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ നിയമത്തിലെ യഹൂദന്മാരായ ആളുകൾക്ക് പിതാവായ ദൈവത്തെ, അല്ലെങ്കിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ എത്ര ഉന്നതന്മാർക്ക് പോലും എന്ത് കഴിയത്തില്ലായിരുന്നു. അപ്പോഴാ ഇപ്പോൾ ഒരാൾ വന്നിട്ട്, അല്ലേ, എൻ്റെ പിതാവ് ചെയ്തത് കാണുന്നത് പോലെ ഞാനും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ദൈവദൂഷണമാണ് എന്ന് ആര് പറഞ്ഞു? എൻ്റെ കൂടെ എല്ലാവരും പറയണേ. ആര് പറഞ്ഞു? യഹൂദന്മാർ പറയാൻ ഇടയായി തീർന്നു. ഇത് ദൈവദൂഷണമാണെന്ന് അവർ പറഞ്ഞ് അവരെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൊല്ലാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ആരെങ്കിലും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചാൽ അവരെ കൊല്ലുമായിരുന്നു. അവരെ എന്ത് ചെയ്യുമായിരുന്നു? കൊല്ലുമായിരുന്നു. എന്നാൽ ഇന്ന് പകൽവേളയിൽ ആ ഒരു വലിയ പദവി നമ്മളൊരു 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചതെങ്കിൽ, പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ നമ്മളെയും കൊല്ലുമായിരുന്നു. എന്നാൽ ഇന്ന് പകൽവേളയിൽ നമുക്ക് കർത്താവിനെ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ലഭിച്ച സാവകാശം എത്ര വലിയ അനുഗ്രഹമാണ്! ഹല്ലേലൂയ! മരണത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ഇന്ന് പകൽവേളയിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശു പ്രതിസന്ധികളിലൊക്കെ നിലനിൽക്കാൻ കാരണം, ഉറക്കം വരുന്നുണ്ടോ? യേശു പ്രതിസന്ധികളിൽ ഒക്കെ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, യേശുവിനെ എല്ലാവരും വിളിച്ച ഒരു കാര്യമുണ്ട്, വേശ്യാപുത്രൻ, അല്ലേ? അപ്പൻ ആരാന്നറിയത്തില്ല. അങ്ങനെ പല പേരുകൾ യേശുവിനെ എന്ത് ചെയ്തിരുന്നു? വിളിച്ചിരുന്നു. സമൂഹം മുഴുവനും ആ ഒരു രീതിയിലാണ് ആരെ കണ്ടത്? യേശുവിനെ കണ്ടത്. പണ്ട് ഈ ഇബ്താഗ് വേശ്യാപുത്രനായതുകൊണ്ട് സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പോലും എന്ത് ചെയ്തില്ല. അതുകൊണ്ട് അവൻ പോയി തോബ് ദേശത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നത്? പാർത്തത്, അല്ലേ? സ്തോത്രം. പിന്നെ ഒരു അവസരം വന്നപ്പോൾ അവർ അവനെ തിരിച്ച് കൊണ്ടുവന്നു. അങ്ങനെയുള്ളവർക്ക് സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പോലും എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽ വേളയിൽ അങ്ങനെ എല്ലാവരും തന്നെ വിളിച്ച് ആ വിധത്തിൽ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു വാക്ക് പോലും എൻ്റെ യേശു എന്ത് ചെയ്തില്ല? തിരിച്ച് പ്രതികരിച്ചില്ല. ഇന്ന് പകൽ വേളയിൽ എന്താ തിരിച്ച് പ്രതികരിക്കാത്തതിൻ്റെ കാരണം? ദൈവം ഒരു നിർണയം പ്രസ്താവിച്ചു, നീ എൻ്റെ പുത്രനാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽവേളയിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് ആഴമായ അറിവുണ്ടെങ്കിൽ, ആഴമായ ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എൻ്റെ പിതാവാണ് എന്ന് എനിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഒരു കാര്യത്തിൽ ദൈവമക്കൾ ഉറച്ചോണം, എനിക്ക് ഒരു പിതാവുണ്ട്.
ഞാൻ ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു ഉറപ്പിലേക്ക് ദൈവമക്കളെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, എനിക്കൊരു പിതാവുണ്ട് എന്നുള്ള ഉറപ്പുള്ള ദൈവത്തിൻ്റെ മക്കൾ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ വേളയിൽ അവർ ഒരിക്കലും കലങ്ങിപ്പോകത്തില്ല. എല്ലാവരും അവനെ വേശ്യാപുത്രനെന്നും ബേൽസബൂലിൻ്റെ തലവലെ കൊണ്ട് അവന് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നും പറയുമ്പോൾ ഹല്ലേലൂയ, തെളിയിക്കേണ്ടുന്ന സമയത്ത് അവൻ ഒരു കാര്യം തെളിയിക്കും. ഹല്ലേലൂയ, ദൈവം എൻ്റെ പിതാവാണെന്ന് തെളിയിക്കും. അത് യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനപ്പെട്ട് അവൻ കയറുന്ന സന്ദർഭത്തിൽ സ്വർഗം തുറന്നു. എല്ലാവരും കാണുക. ഇന്നലകളിൽ വേശ്യാപുത്രൻ എന്ന് വിളിച്ചവരൊക്കെ കേൾക്കെ, സ്വർഗം തുറന്നിട്ട് ഹല്ലേലൂയ ഒരു ശബ്ദം ആ മുകളിൽ നിന്ന് ഉണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ, ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ വേളയിൽ നിന്നിൽ ആരും പ്രസാദിച്ചില്ലെങ്കിലും, നിന്നിൽ എല്ലാവരും കുറ്റം കണ്ടെത്തുന്നവരാണെങ്കിലും, നിന്നെ എല്ലാവരും ആക്ഷേപിക്കുന്നവരാണെങ്കിലും, നിന്നെ എല്ലാവരും പരിഹസിക്കുന്നവരാണെങ്കിലും, ഇന്ന് പകൽ വേളയിൽ എനിക്കൊരു പിതാവ് ഉയരത്തിലുണ്ട് എന്ന് ഉറപ്പുള്ള ദൈവത്തിന് മക്കൾ ഒരു കാര്യം അവർക്ക് ഉറപ്പാണ്, അവൻ തെളിയിക്കേണ്ടുന്ന സമയത്ത് അവനത് തെളിയിക്കുക തന്നെ ചെയ്യും. എന്താ അവൻ തെളിയിച്ചത്? സ്വർഗം തുറന്ന് എല്ലാവരും കേൾക്ക പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വേളയിൽ ഹല്ലേലൂയ, പുത്രത്വം ലഭിച്ച ദൈവത്തിന്റെ മക്കളെ, യേശു ക്രിസ്തുവിൽ കൂടെ പുത്രത്വം ലഭിച്ച ദൈവത്തിന്റെ മക്കളെ, എല്ലാവരും നിന്നെ പല വിഷയത്തിലും കുറ്റപ്പെടുത്തുന്നവരാണെങ്കിലും ഇന്ന് പകൽ വേളയിൽ നിനക്ക് എനിക്കൊരു പിതാവുണ്ട് എന്നുള്ള ഉറപ്പും ബോധ്യം ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് നിന്റെ നീതിയെ തെളിയിക്കും. നീ പലതിനും മറുപടി പറയാൻ പോകണ്ട, നീ പലതിനും ഉത്തരം പറയാൻ പോകണ്ട, നീ പലതും തെളിയിക്കാൻ പോകണ്ട, നീ പലതും ഹല്ലേലൂയ അങ്ങനെയാണ് എന്ന് മറിച്ച് പറയാൻ പോകണ്ട. എന്ന് പകൽ വേളയെ പറയേണ്ടുന്നവൻ പറയേണ്ടുന്ന സമയത്തെ കാര്യങ്ങൾ നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ഉറപ്പുള്ള ദൈവത്തിന് മക്കൾ ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ അവരൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം മാത്രമല്ല പ്രിയമുള്ളവരെ, കർത്താവ് അത് പിതാവായ ദൈവം അത് തെളിയിച്ചത്. മരുഭൂമലയിൽ ഹല്ലേലൂയ ആ ശിഷ്യന്മാരുമൊത്ത് കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ വേളയിൽ, പത്രോസും യാക്കോബ് യോഹന്നാനും ഒക്കെ ഉറങ്ങിപ്പോയ വേളയിൽ കുടിലൊക്കെ ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് നാദാ നമ്മളിവിടെ ആയിരിക്കുന്ന നന്ന് എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ അനുഭവത്തിൽ മോശെ ഏലിയാവ് അപ്രത്യക്ഷനായി യേശുവിനെ മാത്രം അവരവിടെ കണ്ടു. എന്നിട്ട് സ്വർഗം തുറന്നൊരു ശബ്ദം, ഉയരത്തിൽ നിന്നൊരു ശബ്ദം ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്കിന് എന്ത് ചെയ്യണം. ലൂക്കോസിന്റെ സുവിശേഷം 9:34-35 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്കിന് എന്ത് ചെയ്യണം, ചെവി കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ വേളയിൽ പ്രിയമുള്ള ദൈവമക്കളെ, സ്വർഗത്തിൽ എനിക്കൊരു പിതാവ് ഉണ്ട് എന്നുള്ള ഉറപ്പാണ് യേശുവിനെ പ്രതിസന്ധികളിൽ പിടിച്ച് നിർത്താൻ ഇടയായി തീർന്നത്. നാമും ആ ഉറപ്പിൽ നിൽക്കേണ്ടുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ വേളയിൽ ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുടെ വേളകളിലും നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കെ, ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവിനെ ഈ എന്താ പറയുന്നത്, ഗതസമന തോട്ടത്തിൽ വെച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന് 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും. എല്ലാവരും ആ വാക്ക് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഓരോരുത്തൻ, യേശു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും. എന്നെ ആരെ? യേശുവിനെ ഏകനായിട്ട് വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നുമിരിക്കുന്നു. അടുത്ത വാക്ക്, പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട്. കർത്താവ് പറയുന്നത്, പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും. ഓ, എത്ര ശക്തമായ വാക്കാ! ഇവിടൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്.
പത്രോസൊക്കെ വലിയ വീരവാദം പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ കൂടെ നിൽക്കും, അല്ലേ? എന്ത് വന്നാലും ഞാൻ എന്ത് ചെയ്യും? കൂടെ നിൽക്കും. പ്രിയമുള്ളവരെ, എത്ര കൂടെ നിൽക്കുമെന്ന് പറയുന്നവരും അവസരം വരുമ്പം കളം മാറ്റി ചവിട്ടും. എത്ര കൂടെ നിൽക്കുമെന്ന് പറയുന്നവരും അവസരം വരുമ്പോൾ മാറും. പ്രിയമുള്ളവരെ, അതാരായാലും അവസരം വരുമ്പോൾ എല്ലാവരും അവരവരുടെ നിലനിൽപ്പാണ് നോക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ആര് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ മാറിപ്പോയാലും, സ്തോത്രം, സഹോദരങ്ങൾ മാറിപ്പോയാലും, ബന്ധുക്കൾ മാറിപ്പോയാലും, ചാർച്ചക്കാർ മാറിപ്പോയാലും, കൂട്ട സഹോദരങ്ങൾ മാറിപ്പോയാലും, ഹല്ലേലൂയ, ഇന്ന് പകൽ വേളയിൽ മാറാത്ത ഒരുവനുണ്ട്, അത് പിതാവായ ദൈവമാണ്. ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയൊക്കെ ഞാൻ നിങ്ങൾ ആ ഉറപ്പ് പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ. ആരെല്ലാം മാറിപ്പോകട്ടെ, കൂടെ നിൽക്കാമെന്ന് പറയുന്നവരൊക്കെ അവസരം വരുമ്പോൾ കളം മാറി പോകട്ടെ, അവര് ദൂരെ മാറി പോകട്ടെ, അവരറിയത്തില്ലെന്ന് പറയട്ടെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയട്ടെ. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. നിന്റെ പ്രതിസന്ധിയുടെ സമയത്ത്, നിന്റെ കഷ്ടതയുടെ സമയത്ത്, നിന്റെ ശോധനയുടെ വേളകളിൽ ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഇന്ന് പകൽ വേള വിട്ടുപോകാത്ത ഒരു പിതാവ് എനിക്ക് വേണ്ടി ഉണ്ട്. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു പിതാവുണ്ട് എന്നുള്ളത് ഇന്ന് പകൽ വേളയിൽ എൻ്റെ അകത്തോട്ടൊന്ന് കയറുമ്പോൾ, ജീവിതത്തിലെ പ്രതിസന്ധിയുടെ സമയത്ത് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ പലരും വാക്ക് മാറി അകന്ന് മാറിപ്പോയാലും ഇന്ന് പകൽ വേളയിൽ അല്ലെങ്കിൽ എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട്. അവരെന്നെ സഹായിക്കും, അവനെന്നെ ശക്തീകരിക്കും, അതെന്റെ നീതിയുള്ള വലം കൈകൊണ്ട് എന്നെ താങ്ങും. എന്ന പകൽ വേളയിൽ അത് അനുഭവിച്ചറിയുന്ന ദൈവത്തിന് മക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആ പിതാവായ ദൈവത്തിന് എന്ന പകൽ വേളയിൽ അല്പനിമിഷം മഹത്വം കൊടുക്കട്ടെ. ആരും ഇതിനകത്ത് മൗനമായിരിക്കാതെ എല്ലാ ദൈവത്തിന് മക്കളും ആ പിതാവായ ദൈവം കൂടെ നിൽക്കുന്ന, ആരെല്ലാം മാറിപ്പോയാലും എന്ന പകൽ വേളയിൽ കൂടെ നിൽക്കുന്ന ഒരു പിതാവായ ദൈവം എനിക്കുണ്ട് എന്നുള്ള ആ ഉറപ്പുള്ള ദൈവത്തിന് മക്കൾക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് ഞാൻ ആ കാര്യം പറയട്ടെ. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ നിൽക്കുന്ന സമയത്ത് ജനമെല്ലാം ആക്രോശിച്ചുകൊണ്ടിരിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടിരിക്കുക. യേശു ഒരു വാക്ക് പോലും പീലാത്തോസ് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയുന്നില്ല. അവസാനം പീലാത്തോസ് സഖി കെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് നിന്നെ ക്രൂശിപ്പാനും എനിക്ക് നിന്നെ വിട്ടയപ്പാനും എന്തുണ്ട്? അധികാരമുണ്ട്. ആ സമയത്ത് കർത്താവ് വാ തുറന്നു പറഞ്ഞു, മുകളിൽ നിന്ന് എൻ്റെ പിതാവ് അനുവദിക്കാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ വാക്കൊക്കെ എത്ര ശക്തമല്ലേ പ്രിയമുള്ളവർ. എനിക്കൊരു പിതാവ് മുകളിലുണ്ട്, അവൻ അനുവദിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അതാ ഒരു ദൈവം ഇതിൻ്റെ ഉറപ്പ്. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു പിതാവുണ്ട്. ആ പിതാവ് അനുവദിക്കാതെ, ലോകത്തിലെ പിതാവല്ല ഇന്ന് പകൽ വേളയിൽ എനിക്ക് മുകളിൽ ഒരു പിതാവുണ്ട്. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കട്ടെ. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു പിതാവുണ്ട്, അവൻ അനുവദിക്കാതെ, ലോകം മുഴുവനും നിനക്കെതിരെ നിന്നാലും ഇന്ന് പകൽ വേളയിൽ എനിക്ക് മുകളിൽ ഒരു പിതാവുണ്ട്. അവൻ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും എൻ്റെ പിതാവ് അതിന് ഉത്തരവാദിയാണ്. ഇന്ന് പകൽ വേള നിന്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിലും പിതാവായ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഉറപ്പ് പ്രാപിച്ച ദൈവത്തിന് മക്കൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധനയുടെ നടുവിൽ
ദൈവത്തിന് മഹത്വം കൊടുത്ത കർത്താവിനെ ഉയർത്താം. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവ് ഈ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് പലതിനെക്കുറിച്ച് ഉത്കണ്ഠകളുണ്ട് അല്ലേ? അവരുടെ വസ്ത്രത്തെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ ആഹാരത്തെക്കുറിച്ച് അല്ലേ? അനാഥരായി നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉത്കണ്ഠയുണ്ട്. ദൈവസഭയെ ഞാൻ ദൈവസഭയോട് പറയാം, ദൈവസഭ അനാഥരല്ല. ദൈവസഭ അനാഥരല്ല. ശ്രദ്ധിച്ചേ, ദൈവസഭ അനാഥരല്ല. അനാഥർക്കാണ് ഉത്കണ്ഠ ഉള്ളത്. ഹല്ലേലൂയ. പിതാവില്ലാത്തവർക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഉത്കണ്ഠയുണ്ട്. എന്നാൽ ഇന്ന് പകൽവേള അതാ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടുന്നത് എന്തെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ ഉറപ്പിനും ധൈര്യത്തിനും ഒരു കാര്യം ഞാൻ ആത്മാവിൽ ദൈവമക്കളോട് പറയാം. എനിക്കൊരു പിതാവുണ്ട്. ഈ ലോകത്തിൽ നമുക്കൊരു പിതാവുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആഹാരത്തെക്കുറിച്ചും നമ്മുടെ വസ്ത്രത്തെക്കുറിച്ചും നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ ഉത്കണ്ഠയില്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ, കുഞ്ഞുങ്ങളാണെങ്കിൽ, ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള യാതൊരു ഉത്കണ്ഠയുമില്ല. കാരണം എനിക്കൊരു പിതാവുണ്ട് എന്നുള്ള ഉറപ്പാണ്. എനിക്ക് പിതാവും മാതാവും ഉണ്ട്, അവർ ഞങ്ങളുടെ കാര്യം നോക്കും എന്നുള്ള ഉറപ്പ് അവർക്കുള്ളത് കൊണ്ട് അവർക്ക് ഇപ്പോൾ ഒന്നിനെ കുറിച്ചുള്ള ഉത്കണ്ഠയില്ല. മാതാപിതാക്കൾക്ക് ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അതില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കൊരപ്പനും അമ്മയും ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എൻ്റെ ഉയരത്തിലെ പിതാവ് കഴിവില്ലാത്ത ഒരു പിതാവല്ല. എല്ലാ കാര്യങ്ങളും അതതിന്റെ സമയത്ത് ചെയ്തു തരാൻ കഴിയുന്ന കഴിവുള്ള ഒരു പിതാവ് എനിക്ക് വേണ്ടി ഉയരത്തിൽ ഉണ്ട് എന്ന് പകൽവേള ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കൾ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും അവർ ഉത്കണ്ഠപ്പെടത്തില്ല. ഇനി ഒരു 5-8 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇനിയുള്ള ഭാഗം ദൈവമക്കൾ ആഴമായി ശ്രദ്ധിക്കണം. നമുക്കെല്ലാവർക്കും അറിയുള്ള ഒരു വാക്യമാണ്, തൻ്റെ ഏകജാതന. ഇനി ഇതുവരെ ഉള്ളതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്ന വാക്യമാണ് യോഹന്നാൻ 3 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇത്ര നേരം നിർത്തിയിട്ടും ഒരു രക്ഷയില്ല. അവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ, യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏകജാതൻ എന്നാണ്. ഏകജാതൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓൺലി ബിഗോട്ടൻ സൺ അല്ലേ? വേറെ ഒന്നും ഉണ്ടോ? ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാൾ. അങ്ങനെ കർത്താവിനെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ആ വാക്യം ഒന്ന് തിരിച്ചു പറയാൻ പോകാം. എബ്രായ ലേഖനം 1:6 വാക്യം. എബ്രായ ലേഖനം 1:6. ആദ്യജാതനെ പിന്നെയും ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് ആരെ കുറിച്ച് അത് പറയുന്നത്? എല്ലാവരും ശ്രദ്ധിക്കണേ, യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കെന്താ? ആദ്യജാതൻ. അതിൻ്റെ അർത്ഥം എന്താ? ബാക്കി പുറകെ ഒന്ന് പറയുള്ളവരെ. വീട്ടിൽ മൂത്തവരാരാ? സ്റ്റെഫി മൂത്തതാ അല്ലേ? അപ്പം പിന്നെ സ്റ്റെഫി ആദ്യജാതയാണ്. ബാക്കി സ്റ്റെനിയും സ്റ്റെഫാനിയും ഒക്കെ പുറകെ ഉണ്ട്. അപ്പോൾ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ
ആദ്യമേ പറഞ്ഞത് ഏകജാതൻ എന്നാണ് പറഞ്ഞത്. ഏകജാതൻ പിന്നെ എന്തായി മാറി? ആദ്യജാതൻ ആയി മാറി. തീർന്നില്ല. റോമാലേഖനം 8:29 വാക്യം. റോമർ 8:29. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. യൂട്യൂബിൽ പിന്നെ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരൻ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യജാതൻ ആകേണ്ടതിന്. സ്തോത്രം. ആദ്യജാതൻ. അപ്പോൾ ഏകജാതൻ എന്തായി തീർന്നു? ഏകജാതൻ എന്തായി മാറി? ആദ്യജാതനായി തീർന്നു. ആദ്യജാതൻ പിന്നീട് അനേകം സഹോദരന്മാർ. ആ ആദ്യജാതന് ഒത്തിരി സഹോദരന്മാർ. അതാരാ? ഞാനും. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ അടിമേറിയ ഒരു അനുഭവത്തിലേക്ക് വരിക. അത് ഞാനും. ഇത് അടുത്ത ആഴ്ചത്തേക്ക് വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് മുറിച്ചാൽ പിന്നെ ഞാൻ അടുത്ത ആഴ്ച വേറെ പ്രസംഗം കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ഇത് മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് പറയുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണം. ഏതായാലും തുടങ്ങിപ്പോയില്ലേ. ഞാൻ ആദ്യമേ ഇത് തുടങ്ങണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ ഇന്ന് നമ്മുടെ CG ജോർജ് കുട്ടി പാസ്റ്റർ അടുത്ത് അല്പസമയം പ്രസംഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ നേരത്തെ വരാഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങ് തുടങ്ങിയത്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണേ. എന്നാലും അവസാന സമയമുള്ളതിനനുസരിച്ച് എനിക്ക് കൊടുക്കാം. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കേ. അപ്പോൾ ഏകജാതൻ ആദിജാതനായി. ആദിജാതൻ അനേകം സഹോദരന്മാരുടെ മൂത്ത സഹോദരനായി. മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെല്ലാവരെയും ആരാക്കി തീർത്തു? സഹോദരന്മാരെ ആക്കി തീർത്തു. സ്തോത്രം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. പിതാവായ ദൈവം യേശു തൻ്റെ ഏകജാതനാണ്, ആദ്യജാതനാണ്. ആ ഏകജാതനായ ആദ്യജാതനായ പുത്രനിൽ കൂടെ നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് എന്ത് ചെയ്തു? ആദ്യജാതന് എന്തെല്ലാം, ശ്രദ്ധിച്ചേ, ആദ്യജാതന് എന്തെല്ലാം പദവികൾ ഉണ്ടോ അതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ചിലപ്പോൾ അപ്പനും അമ്മമാർക്കൊക്കെ പാർഷ്യാലിറ്റി ഉണ്ടായാലും സ്വർഗത്തിലെ ദൈവത്തിന് എന്തില്ല. ഇടയ്ക്കാരോണ്ട് പറഞ്ഞല്ലോ, ഏറ്റവും അധികം ശവടക്കനെ കണ്ട് പറഞ്ഞു ഏറ്റവും അധികം സ്നേഹിച്ചത് ഇളയ മോനെയാണ് സ്നേഹിച്ചെന്ന് അല്ലേ? ഇടയ്ക്കാരോണ്ട് ശവടക്കനെ കണ്ട് പറഞ്ഞു അല്ലേ? ഈ അപ്പനെ ഏറ്റവും അധികം സ്നേഹിച്ചത്, അതൊന്നും ഒരു പൊതുസദസ്സിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണ്, എന്നാലും പറഞ്ഞു. സ്തോത്രം അല്ലേ? അങ്ങനെ പറഞ്ഞു. അപ്പം ചിലപ്പോൾ നമുക്കൊക്കെ ഈ ലോകത്തിലെ അപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ എന്തുണ്ടാവും? പാർഷ്യാലിറ്റി ചിലപ്പോൾ കാണും. പക്ഷേ ദൈവത്തിന് ഒരിക്കലും എന്തില്ല? പാർഷ്യാലിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ മൂത്ത മകനായ യേശുവിന് എന്തെല്ലാം പദവികൾ ഉണ്ടോ അതെല്ലാം, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം തുടർന്നുള്ള എന്ന് പറഞ്ഞാൽ യേശുവിൽ കൂടെ സഹോദരന്മാരായി തീർന്ന നമുക്കെല്ലാവർക്കും യേശുവിന് എന്തെല്ലാം പിതാവായ ദൈവത്തിൽ നിന്ന് അർഹതയുണ്ടോ അതെല്ലാം അർഹതയുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ സാധാരണക്കാരല്ല പ്രിയമുള്ളവരെയും ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതുള്ള ബന്ധത്തിൽ പറഞ്ഞ് തെളിയിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ ഒറ്റ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലും പിതാവായ ദൈവം മതിയായ ദൈവമാണ്. യേശു, ഒറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശു ഈ ഭൂമിയിൽ ജനിച്ച സന്ദർഭത്തിൽ ഹെരോദാവ് ആരെ കൊല്ലാൻ ശ്രമിച്ചു? യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു. കൊല്ലാൻ ശ്രമിച്ചപ്പോൾ യേശുവിനോട് അവൻ്റെ വളർത്തപ്പനായ ജോസഫിനോടും മറിയോടും യേശുവിനെ കൊണ്ട് മിസ്രൈമിലേക്ക് പോകാൻ എന്ത് ചെയ്തു? പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഈ മിസ്രൈമിലേക്ക് പോകാനുള്ള വല്ല സാമ്പത്തിക ശേഷിയും ഈ അപ്പൻ്റെ അമ്മയുടെ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് അല്ലേ? ദരിദ്ര കുടുംബത്തിൽ ആര് ജനിച്ചത്? നമ്മുടെ എല്ലാം ഉറപ്പൊന്ന് വർദ്ധിപ്പിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സാധാരണക്കാരിൽ നിന്ന് സാധാരണ താഴെ ഉള്ളതായ ദരിദ്ര കുടുംബത്തിൽ
ഒരു സത്രത്തിൽ ഒരു മുറിയെടുത്ത് ഒരു പ്രസവം നടത്താനുള്ള ശേഷിയില്ലാതെ, അല്ലേ, വഴിയിൽ എവിടെയോ യേശു, ഇതിപ്പോൾ ക്രിസ്മസ് സീസൺ ആണല്ലോ അല്ലേ, അപ്പം എന്താ പറയുന്നത്, എവിടെ യേശു ജനിച്ചതെന്ന് നമുക്കാർക്കും അറിയത്തില്ല. പശുത്തൊഴുത്തിൽ എന്ത് ചെയ്തതെന്നാ, ശീലയിൽ പൊതിഞ്ഞ പശുത്തൊഴുത്തിൽ കിടത്തിയെന്നാ, എവിടെയോ ഒരു മറയുണ്ടാക്കി അവിടെ എന്ത് ചെയ്തു, ഡെലിവറി നടത്തി. എന്നിട്ട് പിന്നെ ഒരു പശുത്തൊഴുത്തിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു, കിടത്തി. അല്ല, നമ്മൾ പാടുന്ന പോലെ പശുത്തൊഴുത്തിലല്ല ജനിച്ചത്, എവിടെയോ ജനിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കിടത്തിയതാണ്. അപ്പോൾ അതിന് പോലും ഒരു സത്രത്തിൽ ഒരു മുറിയെടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത ഒരു കുടുംബമായിരുന്നു ആരുടെ കുടുംബം? അങ്ങനെയുള്ള ജോസഫിനോട് മറിയോട് പറഞ്ഞ് യേശുവിനെ കൊണ്ട് നേരെ എവിടോട്ട് പോകും? മിസ്രയീമിലേക്ക് പോകും. എങ്ങനെ ജീവിക്കും? ആര് ചെലവിന് കൊടുക്കും? എങ്ങനെ യേശുവും അപ്പനും അമ്മയും മിസ്രയീമിൽ കഴിഞ്ഞത്? പാല് ഉണ്ടാവും, വല്ലതും അപ്പനും അമ്മയ്ക്കും വല്ലതും കഴിക്കണ്ടേ? എങ്ങനെ മിസ്രയീമിൽ കഴിഞ്ഞത്? ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പോകാൻ പറഞ്ഞ് ചുമ്മാതെ തള്ളി വിടുന്നവനല്ല എൻ്റെ ദൈവം. പോകാൻ പറഞ്ഞ് ചുമ്മാതെ അങ്ങ് പൊയ്ക്കോന്ന് പറഞ്ഞ് വിടുന്നവനല്ല. പോകുന്നതിന് മുമ്പ് കരുതൽ കൊടുത്തിട്ടാണ് വിട്ടത്. ശ്രദ്ധിച്ചേ എങ്ങനെയാണെന്നറിയാമോ? പോകുന്നതിന് മുമ്പ്, ഞാൻ വാക്കിയെടുത്ത് തെളിയിക്കാം. പോകുന്നതിന് മുമ്പ് വിദ്വാൻമാരെ യേശുവിൻ്റെ അടുക്കലേക്ക് എൻ്റെ തമ്പുരാൻ എവിടെയോ കടന്ന വിദ്വാൻമാരെ കൊണ്ടുവന്നു. കാഴ്ച വച്ചത് പൊന്ന്. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? കാഴ്ച വച്ചത് പൊന്ന്, മൂര്, കുന്തിരിക്കം. അതിൻ്റെ അളവൊന്നും പറയുന്നില്ല. അപ്പോൾ വിദ്വാൻമാർ അവർ കൊണ്ടുവന്നത് ചെറുതല്ല, കൊണ്ടുവന്നത് അവർ ഹല്ലേലൂയ ഇന്ന് പകൽ വേളയിൽ ആവശ്യത്തിനുള്ളതല്ല പൊന്ന് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനുശേഷമാണ് പറയുന്നത് അതിനുശേഷമാണ് പറയുന്നത് സ്തോത്രം. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 2:13 വാക്യം മത്തായി 2:13. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് എന്ത് ചെയ്യുക? ഇന്ന് പകൽ വേളയിൽ കൊടുക്കേണ്ടുന്നത് കൊടുത്തിട്ടാ പിതാവായ ദൈവം പറയുന്നത്. പൊയ്ക്കോ. സ്തോത്രം. ഇന്ന് പകൽ വേള കൈ നിറച്ച് കൊടുത്തിട്ട് എൻ്റെ ദൈവം മിസ്രയീമിലേക്ക് പോകാൻ പറഞ്ഞെങ്കിൽ നിനക്ക് എന്ത് വേണമെന്നുള്ളത് എൻ്റെ ദൈവം നല്ലതുപോലെ, പിതാവായ ദൈവം നല്ലതുപോലെ അറിഞ്ഞിട്ട് എൻ്റെ ദൈവം അവരെ പറഞ്ഞയച്ചത് എങ്കിൽ, കൊടുത്തിട്ട് പറഞ്ഞയച്ചത് എങ്കിൽ, ഇന്ന് പകൽ വേളയിൽ പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, നിന്റെ പിതാവിന് നിന്നെ കുറിച്ച് കൺസേൺ ഉണ്ടെന്ന്, നിന്റെ വിഷയത്തിൽ എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് കൺസേൺ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ വേളയിൽ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ ദൈവം, പിതാവായ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽ വേളയിൽ ഹല്ലേലൂയ ഉറപ്പുള്ള എല്ലാ ദൈവത്തിന്റെ മക്കളും ഒരുമിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിന്റെ രക്തത്താലും വചനത്താൽ ദൈവമാരാ? ദൈവ പിതാവ്, എൻ്റെ പിതാവായ എൻ്റെ ദൈവമെന്ന് ഇന്ന് പകൽ വേള. അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറയൂ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ. ഇന്ന് പകൽ വേളയിൽ ആ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളെ കുറിച്ച് പിതാവായ ദൈവത്തിന് കൺസേൺ ഉണ്ടെന്ന് ഇന്ന് പകൽ വേള നമ്മൾ അനാഥരല്ല, സ്വർഗീയ പിതാവിന്റെ മക്കളാണ് എന്നുള്ള ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് എൻ്റെ പിതാവേ. യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു പിതാവുണ്ട്. അവൻ സാധാരണക്കാരനല്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു നല്ല പിതാവ്, ഒരു സ്വർഗസ്ഥനായ പിതാവ്. അഖിലാണ്ടത്തെ മുഴുവനും നിർമ്മിച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച, ഭൂമിയിലെ പൊടിയെന്ന അഴിയിൽ കൊള്ളിക്കുന്ന, സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു നല്ല പിതാവ്.